നമസ്കാരം. ഇന്നും ഒരു സിനിമ കണ്ടു. ഒരു ക്യാമ്പസ് സിനിമയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമ. പിള്ളേർ സെറ്റിൽ ഭയങ്കരമായിട്ട് വർക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് കേട്ടോ. നമ്മൾ കോളേജ് ജീവിതമൊക്കെ നമുക്ക് ആർക്കും മറക്കാൻ കഴിയില്ല. കോളേജിൽ പഠിക്കുന്നവർക്കും പഠിച്ചു കഴിഞ്ഞവർക്കും ഒക്കെ നമ്മൾ ഒരു ആഘോഷങ്ങളുണ്ട്. ആർട്സ് ഡേ ആഘോഷമുണ്ട്, ഓണം സെലിബ്രേഷൻ ഉണ്ട്, ക്രിസ്മസ് സെലിബ്രേഷൻ, അങ്ങനെ നിരവധി സെലിബ്രേഷൻ ഉണ്ട്. പക്ഷേ അവിടെ നമ്മൾ ഫ്രഷേഴ്സ് ഡേ ഉണ്ട്. അപ്പം ആദ്യ ബാച്ചിലേക്ക് വരുന്ന കുട്ടികളെ റാഗ് ചെയ്യുന്ന രീതി, ആ റാഗ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങൾ, അത് ഗ്യാങ് തിരിഞ്ഞുള്ള വിഷയങ്ങൾ, ഗംഭീരമായ ഒരു ക്യാമറ വിഷ്വൽസ് തരുന്ന ഒരു സിനിമയാണ് ഡെർബി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ നല്ല ഫൈറ്റുകൾ എടുത്തു പറയണം. ഈ പിള്ളേരൊക്കെ ഇത്ര നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നു ഈ സിനിമ കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിള്ളേർ സെറ്റുകൾക്ക് ഗംഭീരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ കുറേ പിള്ളേർ സെറ്റാണ് ഈ സിനിമ കൊണ്ടുപോകുന്നത്. ആ സിനിമ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ക്യാമ്പസ് സ്റ്റോറികൾ ഒത്തിരി കണ്ട നമുക്ക് ഇതൊരു പുത്തൻ അനുഭവം തരുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, ഈ ഓണാഘോഷത്തിനൊക്കെ വലിയ വലിയ വണ്ടികൾ കൊണ്ടുവന്ന് ക്യാമ്പസിൽ തലവേദന സൃഷ്ടിക്കപ്പെടുന്ന വിദ്യാർത്ഥികളുണ്ട്. അത് പ്രിൻസിപ്പളിനൊക്കെ ആയിരിക്കും ഏറ്റവും വലിയ തലവേദന ഉണ്ടാകുന്നത്. പിന്നീട് പോലീസ് കേസും ഒക്കെ ആവുന്ന സീനുകൾക്ക് നമ്മൾ ക്യാമ്പസുകളിൽ നമ്മൾ പത്രങ്ങളിലും വാർത്തകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇതിനകത്ത് പറഞ്ഞു പോകുന്നു. ഗംഭീരമായിട്ട് ഒരു പ്രിൻസിപ്പൾ എന്താണെന്ന് കാണിച്ച ഒരു പ്രിൻസിപ്പളിൻ്റെ ഒരു അവസ്ഥ ജോണി ആൻ്റണി ചേട്ടൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്ത് പേര് പറയാനാണെങ്കിൽ ഒത്തിരി പേരുണ്ട്. നമുക്ക് കുറച്ച് പേരുടെ അതിൻ്റെ നായകനായി വരുന്ന ആദം, മോച്ചക്കാരനാണ്, എൻ്റെ നാട്ടുകാരൻ എന്നതാണ്, തൊട്ടടുത്ത നാട്ടുകാരനാണ്. ആദം ഗംഭീരമായിട്ട് ചെയ്തു. പിന്നെ അമീൻ്റെ കാര്യം പറഞ്ഞല്ലോ. അമീൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിന്ന് അമീൻ്റെ ഗ്യാങ്, അങ്ങനെ കുറേ ആളുകളുണ്ട്. അവരുടെയൊക്കെ പേര്, എല്ലാവരുടെയും പേര് പറഞ്ഞാൽ ആരുടെയും പേര് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് രണ്ടുപേരുടെ പേരിൽ പെട്ടെന്ന് പറഞ്ഞു പോകുന്നു. അതോടൊപ്പം സാഗർ സൂര്യ നല്ലൊരു നടനാണല്ലേ. പ്രകമ്പനം ഹിറ്റടിച്ച സാഗർ സൂര്യയാണ്. പണിയിലറിയാം നമുക്ക് സാഗർ സൂര്യ. അതേ സാഗർ സൂര്യ ഇതിൽ വന്നിട്ട് ഗംഭീരമായ വേഷം കൈകാര്യം ചെയ്തിട്ടാണ് സാഗർ സൂര്യ പോയത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ നിർമ്മാണത്തിനെ കുറിച്ച് നമ്മൾ പറയും. മൻസൂർ പുതിയ നിർമ്മാതാവാണ്. അദ്ദേഹം പ്രവാസിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗംഭീരമായി ഈ സിനിമ വേണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതിന് ഒരു രീതിക്കും എന്താവശ്യമുണ്ടെങ്കിലും ഡയറക്റ്റ് ആവശ്യപ്പെട്ടാലും അത് നൽകിക്കൊണ്ടായിരുന്നു. സംവിധായകന് വലിയ സപ്പോർട്ടായിട്ടാണ് നിർമ്മാതാവ് മൻസൂർ നിന്നത്. ഇതിൻ്റെ സംവിധാനത്തെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. സംവിധാനം ഗംഭീരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സംവിധാനം സജിൽ. ഈ കാറ്റഗറിയിൽ വരുന്ന ഈ പിള്ളേർ സെറ്റിൻ്റെ അതേ പ്രായത്തിൽ ഒരു 10-25 വയസ്സോളമുള്ള പിള്ളേർ സെറ്റാണ്. അതേ പ്രായത്തിലുള്ള ഒരു സംവിധാനങ്ങളാകുമ്പം ഇവർക്ക് അഭിനയിക്കാൻ എന്ത് രസമായിരിക്കും അല്ലേ. ആ സംവിധായകൻ്റെ മികവ് ഇതിൽ എടുത്തു പറയണം. അദ്ദേഹം ഗംഭീരമായി തന്നെയാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. പിന്നീട് ഇതിൻ്റെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ പാട്ടുകളുമൊക്കെ ഹിറ്റടിക്കുന്ന പാട്ടുകൾ തന്നെയാണ്. അത് ഗോപി സുന്ദറാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു ക്യാമ്പസ് ലൈഫ് കാണിച്ചുകൊണ്ട് തന്നെ തുടങ്ങുന്നു. നമുക്ക് ആ സിനിമയിൽ തുടക്കം തന്നെ ഒരു ക്യാമ്പസ് കാണിച്ച്, ക്യാമ്പസിൽ ആദ്യ വർഷം വരുന്ന വിദ്യാർത്ഥികൾ, അത് സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഉള്ള വിദ്യാർത്ഥികൾ, അവരുമായിട്ടുള്ള ഒരു വാക്കുതർക്കങ്ങൾ, അതിലെ ഒരു പ്രണയങ്ങൾ, ആ പ്രണയത്തിലുണ്ടാകുന്ന നിരാശകൾ, ഇങ്ങനെയെല്ലാം പറഞ്ഞു പോകുന്ന സിനിമ. നമുക്ക് ചില സ്ഥലങ്ങളിൽ ഒരു ഫീല് കിട്ടും. നമുക്കൊരു പ്രണയം നഷ്ടപ്പെടുമ്പോഴുള്ള ഫീല്, നമ്മുടെ കൂട്ടുകാരന് പെട്ടെന്നൊരു ആക്സിഡൻ്റ് ഉണ്ടായാൽ നമുക്ക് എന്തായിരിക്കും, നമ്മൾ ആ കൂട്ടുകാരുടെ സൗഹൃദം വരെ പറയുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ് ഡെർബി മാറിയിരിക്കുന്നത്. ഞാനിപ്പോഴും പറയുന്നു, നമ്മൾ ക്യാമ്പസിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സിനിമ പെട്ടെന്ന് വർക്കാവും. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ കാലഘട്ടത്തിൽ ചിലപ്പോൾ ക്യാമ്പസിൽ ഇങ്ങനെയൊന്നും ഉണ്ടായി കാണില്ല എന്ന് തോന്നുന്നു. പക്ഷേ നമുക്ക് ഇത് ഭയങ്കരമായിട്ട് വർക്കാവാനുള്ള കാരണം, നമ്മൾ ഇപ്പോൾ വാർത്തകളൊക്കെ കാണും, നമ്മൾ ഓരോ ആഘോഷങ്ങൾ ക്യാമ്പസിൽ അവിടെ പാർട്ടി ബേസൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ പാർട്ടി ബേസൊന്നും പിടിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ സീനിയർ വിദ്യാർത്ഥികളും ജൂനിയർ വിദ്യാർത്ഥികളും ഉള്ള ഒരു പ്രശ്നം എങ്ങനെയാണ് കൈകാര്യം ചെയ്ത് കോളേജിൽ വരുന്നതെന്നാണ്. ഒരു ആവേശത്തിൻ്റെ ഒരു മൂഡ് നൽകുന്ന ഒരു സിനിമയാണ്. അത്രമാത്രം നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്, സിനിമയെ എൻഗേജ്ഡ് ആക്കുന്നുണ്ട് എന്ന കാര്യത്തിന് ഫസ്റ്റ് ഹാഫ് കൊണ്ട് നിർത്തുന്നത് തന്നെ നമ്മളെ സെക്കൻഡ് ഹാഫിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്കാണ്. ആ ഒരു ഫൈറ്റോട് കൂടിയാണ് ഫസ്റ്റ് ഹാഫ് നിർത്തുന്നത്. പിന്നീട് സെക്കൻഡ് ഹാഫിൽ വേറൊരു മൂഡ് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടും സൂപ്പർ സിനിമയാണ്. ഈ പറഞ്ഞ പോലെ സംവിധായകൻ്റെ ഒരു മികവ്, സ്ക്രിപ്റ്റിൻ്റെ ഒരു മികവ് എല്ലാം ചേർത്ത് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാം. പിള്ളേർ സെറ്റ് എന്ന് പറഞ്ഞാൽ അത് ഗംഭീരമായിട്ട് വർക്ക് ചെയ്യും. അതോടൊപ്പം തന്നെ ഫാമിലി, നമ്മൾ കുട്ടികളെ പഠിക്കാൻ വിട്ടിരുന്ന വീട്ടുകാർക്കുള്ളൊരു ടെൻഷൻ ഉണ്ടാവുള്ളൂ. അതും ഈ സിനിമയിൽ പറഞ്ഞു വയ്ക്കുന്ന അബു സലീം നായകൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നുണ്ട്. അതും ഗംഭീരമായിട്ട് അബു സലീം കൈകാര്യം ചെയ്തിരിക്കുന്നു. അങ്ങനെ ഓരോ ആളുകളും അവർക്ക് കൊടുത്ത കഥാപാത്രങ്ങൾ അതിൻ്റെ മികവനുസരിച്ച് കൈകാര്യം ചെയ്തിരിക്കുന്ന സിനിമയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കുണ്ടായിട്ടില്ല. കാരണം എൻ്റെ ഒപ്പീനിയനാണ് കേട്ടോ, ബാക്കിയുള്ളവരെ എനിക്കറിയില്ല. ബാക്കിയുള്ളൊരു സിനിമ കാണുക, സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക.